ഇന്ന് ഞാനും ചേച്ചിയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചുട്ടാ. വേറെ ഒന്നുമില്ല, വെക്കേഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവൾക്കും കൂടി ഒന്ന് പുറത്ത് പോലൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഒരു 5-5:30 സമയത്താണ് ഇറങ്ങണേ. വെയിലിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. ഇന്ന് വോട്ടിൻ്റെ ഡേ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ സമയത്താണ് ഇറങ്ങാൻ പറ്റിയത്. അതാണ് ശരിക്കുള്ള കാരണം. ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്തു. റൗണ്ടിലുള്ള കുർത്ത ഷോപ്പുകളിലോട്ടൊക്കെ പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് നടക്കണേ. റൗണ്ടിൽ വണ്ടി വെച്ചൊരു ഉപകാരമുണ്ട്, ആ ഏരിയയിലുള്ള മൊത്തം ഷോപ്പും നമുക്ക് കവർ ചെയ്യാം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കുക, ഒന്ന് വലിച്ചിടുക, പുറത്തിറങ്ങുക, അപ്പുറത്തെ ഷോപ്പിൽ കയറുക, ഇതന്നെ സെയിം. പെൺമേന്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എടുത്തില്ലേ കുറേ ഷോപ്പുകളിൽ കയറുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ ഈ ഷോപ്പിൽ നിന്ന് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല, വലിയ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി, ഞങ്ങളുടെ ഉദ്ദേശം വേറൊരു ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വടക്ക് അതിന് റൗണ്ടിലാണല്ലോ എവിടേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദേവിരാടുകളും തൊഴുതു, പിന്നെ നടുവിലാലിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടേക്ക് ഒന്ന് പൈസ ഇട്ട് തൊഴുതു. വടക്കുന്നത് നേരിട്ട് കാണാൻ പറ്റിയിട്ടാണ്. ഒരുപാട് നേരം ഇറങ്ങി നിൽക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റൗണ്ട് ചെയ്തോളൂ. മോഡൽ ഗേൾസിന്റെ തൊട്ടപ്പുറത്തുള്ള ഹൈഫൈ ഷോപ്പാണ് നമ്മുടെ ഉദ്ദേശം. എടുത്തില്ലേ കുറെ അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു. ഓഫറുകൾ കുറെ നാളെ അവിടെ തുടങ്ങിയിട്ട് ചെന്ന് കയറിയപ്പോ വിചാരിച്ച പോലെ ലേഡീസ് കുർത്തീസ് കാര്യങ്ങളൊന്നും ഇല്ല. ജീൻസ് ടോപ്പ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ ഡെയിലി വെയേഴ്സിന്റെ അത്രയുള്ള. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാലുകൾ അങ്ങോട്ട് ചലിക്കും. നേരെ പോയത് സാരിയുടെ ഏരിയയിലേക്കാണ് കേട്ടോ. സാരി എന്ന് പറഞ്ഞാൽ ഏത് മോഡൽ വേണം, സാരികളൊക്കെ നിറയെ ചെക്കാണ് ഇപ്പത്തെ ട്രെൻഡിൽ. ആ ചേച്ചി പറഞ്ഞെങ്കിലും പിന്നെ ചെക്കിലെ പല മോഡൽ പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുക. പിന്നെ ആ ചെക്കിന്റെ പല പല മോഡൽ ഇഷ്ടമില്ല. ഏതേത് നോക്കിയിട്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. കാരണം ഒന്നുമില്ല, വീണ്ടും വീണ്ടും നോക്കാനുള്ള ഒരു ത്വരയായിരുന്നു മനസ്സിൽ. അപ്പോൾ ആ ചേച്ചി ജോർജറ്റിലും ഷിഫോണിലും അങ്ങനെ എല്ലാവിധ ഐറ്റംസ് സാരികളും ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തൊട്ട് ഞാൻ ആ ഒരു സാരി പിടിച്ച് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ക്രീം ചെക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ റിച്ച് ലുക്കിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ ചേച്ചി പറയും, നീ എന്ത് ഈ റിച്ച് ലുക്ക് എന്ന് പറയണത്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിക്കണം നല്ല ഭംഗിയുള്ള ഒരു സാരി, അതാണ് ഞാൻ ഉദ്ദേശിക്കണത്. ജീൻസ് ടോപ്പുകൾ നല്ല നല്ല മോഡലുകളുണ്ട്. പക്ഷേ സാരി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ സാരി ഉടുക്കാത്തവരും സാരി മാത്രമേ നോക്കുള്ളൂ. അതാണ് അവിടുത്തെ പ്രത്യേകത. അവിടെ കോട്ടൺ വേണോ, ഡെയിലി വെയർ വേണോ, കല്യാണ പർച്ചേസിനുള്ള സാരി വേണോ, അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണല്ലോ നമ്മുടെ കല്യാണം. ഒരു ഏരിയയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഏരിയയിൽ എൻ്റെ ചേച്ചി നോക്കുമായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തൊട്ടിട്ട് അവൾ ചെക്ക് സാരികൾ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറേയൊക്കെ സാരികൾ കഴിഞ്ഞപ്പോൾ പിന്നെ ജീൻസ് ടോപ്പിൻ്റെ അവിടേക്ക് കടന്നു കേട്ടോ. ജീൻസ് ടോപ്പുകൾ പല പല മോഡലുകളാണ്. ഷർട്ട് ടൈപ്പ്, ഷിഫോണിൽ പറ്റിയ മോഡൽ, ബട്ടർഫ്ലൈ സ്ലീവ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഉണ്ണിയോൾക്കൊക്കെ താഴേന്ന് ഞങ്ങൾ കിഡ്സ് വെയറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്ക് സാരിയിൽ നിന്ന് മാറണേ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചി. ഈ 2 സാരി എടുത്ത് വന്നപ്പോൾ പിടിച്ചിരിക്കുന്നത് ഏതാ ഭംഗിന്ന്. അപ്പം തന്നെ മനസ്സിലായി ഉണ്ടാവില്ല അതിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടാവാന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് കോട്ടൺ സാരികൾ നോക്കലായിരുന്നു മെയിൻ പരിപാടി. അമ്മയ്ക്കാണല്ലോ ഒരുപാട് വീതിയുള്ള ബോർഡർ ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട് വീതി കുറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറിയാണ്ട് ഒന്ന് മൊബൈലിൽ നോക്കിയപ്പോഴാണ് ടൈം ഒരു 7-7:30 ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞു കേട്ടോ. ചുരിദാറിൻ്റെ ഏരിയയിലേക്കും അങ്ങനെ കുറേ ഓടി നടന്നു. വിഷു കളക്ഷൻസ് കുറേയൊക്കെ ഞാൻ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈമിൻ്റെ ഒരു പ്രശ്നം കാരണം അധികം സ്ഥലത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് കുറേ പ്ലാനോട് കൂടിയാണ് ഞങ്ങൾ പോയത്. പുതിയൊരു ഷോപ്പിൽ നിന്ന് അവിൽ മിൽക്ക് കഴിക്കണം, പിന്നെ കുറേ കാര്യങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയ ഫുഡ് ഐറ്റംസ്, അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷെ ഒന്നും നടന്നില്ല. 8-8:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിട്ടാ. കല്യാണിൽ മാത്രം കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ ടൗണിലുള്ള മറ്റ് കടകളിൽ കയറി എന്താ ഒരു അവസ്ഥ അല്ലേ. അല്ല, പെണ്ണുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പരിപാടി നിർബന്ധമാണല്ലോ. ഷോപ്പിങ്, പ്രത്യേകിച്ച് സാരി എടുക്കുന്നുണ്ടോ എടുക്കില്ലെന്നൊന്നും ആരും നോക്കാറില്ല. പിന്നെ ഇഷ്ടപ്പെട്ടത് എടുക്കുക പോരുക, അതിന് കുറച്ച് സമയം ചിലവഴിച്ചാലൊന്നും പ്രശ്നമില്ല. കല്യാണത്തിലുള്ള ഈ ലൈറ്റുകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്ത് ഇരുട്ടായതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ വേഗം വീടെത്തി.